അധ്യാപകരുടെ അനാസ്ഥ മൂലം ചികിത്സ വൈകിയ 7ാം ക്ലാസ്സുകാരന് സഹായവുമായി ജില്ലാ ശിശുക്ഷേമ സമിതി. കൊല്ലം തഴുത്തല സ്വദേശി ആരോമലിനെയാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഇടപെട്ട് വിദഗ്ധ ചികിത്സ നൽകാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് സംഭവം നടന്നത്. മുഖത്തല UP സ്കൂളിൽ നിന്നും ആരോമൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായി കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പോകും വഴിയായിരുന്നു അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ സമീപത്തു കൂടി പോയ ലോറിയിൽ തട്ടിയാണ് ആരോമലിന്റെ കൈക്ക് പരിക്കു പറ്റിയത്. കൈമുട്ടിലെ എല്ല് പൊട്ടി. കന്യാകുമാരിയിലെ വട്ടക്കോട്ട എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. തുടർന്ന് അധ്യാപകർ കുട്ടിയെ അവിടെയുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും യാത്ര മാറ്റിവെക്കാൻ തയ്യാറാകാതെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ മാത്രം നൽകി അധ്യാപകർ യാത്ര തുടർന്നു എന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് കൊല്ലത്തെത്തിയപ്പോൾ മാത്രമാണ് കുട്ടിക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകിയതെന്ന് അമ്മ ജലജ പറയുന്നു. കണ്ടിന്യൂ ചെയ്ത് ഈ കൊച്ചിനെ വണ്ടിയിലിരുത്തി ഒരു ടീച്ചറിൻ്റെ കൂടെ വണ്ടിയിലിരുത്തിക്കൊണ്ടാണ് ഇവർ മറ്റു കുട്ടികളെ കൊണ്ട് ഇവർ ടൂറ് പോയി മുഖം കാണിക്കാനൊക്കെ പോയി. അപ്പോൾ ഇയാൾ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 10:30 മണി 10:45 ഞാനിവിടുന്ന് അങ്ങോട്ട് വിളിച്ചു. ടീച്ചർ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവർ മൊബൈൽ എടുക്കുന്നില്ല. 4-5 വട്ടം വിളിച്ചു നോക്കി. വിളിച്ച് ഇവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. കൈമുട്ട് പൊട്ടിയ ഭാഗത്ത് ഇപ്പോൾ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിലും വൈകി നൽകിയ ചികിത്സ മൂലം ഫലപ്രദമായില്ല. വേദന മൂലം ആരോമലിന് ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. നല്ല വേദനയും നിർധന കുടുംബത്തിൽപ്പെട്ട ആരോമലിന്റെ അവസ്ഥയറിഞ്ഞ ജില്ലാ ശിശുക്ഷേമ സമിതി വിഷയത്തിൽ ഇടപെട്ടു. കുട്ടിക്ക് ആവശ്യമായ അടിയന്തര സഹായം നൽകാനും സ്കൂൾ അധികൃതരുടെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമാണ് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം. അപകടം നടന്നിട്ട് 36 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിക്ക് സർജറി നടത്തുവാൻ പറ്റിയത്. ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ട് ആ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചു. മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ശിശുക്ഷേമ സമിതിയും കൃത്യമായി ആ തീരുമാനങ്ങളുമെല്ലാം മറ്റ് അധികാരികളെല്ലാം അറിയിച്ചതാണ്. അമൃത ന്യൂസ്, കൊല്ലം.